എല്ലാ കാലത്തും വർഷങ്ങളായി അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും കേരളം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സംസ്ഥാനമാണ്. അഭിമാനകരമായ സംസ്ഥാനമാണ്. യൂറോപ്യൻ മോഡലൊന്നും ഇപ്പോൾ കേൾക്കാറില്ല. യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ് കേരളത്തിൽ എന്നെല്ലാം നമ്മൾ വാദിക്കും. നമ്മളിങ്ങനെ വാദിച്ച് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അത് അപ്ഗ്രേഡ് ചെയ്യാതെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താതെ യഥാർത്ഥത്തിൽ ആരോഗ്യരംഗത്ത് നമ്മൾ പിന്നോക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇന്ന് കേരളം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ കേരളം ലോകത്തുള്ള ഏത് പകർച്ചവ്യാധി വന്ന് പിടിക്കണമെങ്കിലും നമ്മൾ കേട്ടിട്ടിട്ട് പോലും ഇല്ലാത്ത ഏത് രോഗമുണ്ടാകുന്നതിനും ഉള്ള ഒരു പ്രോൺ ഏരിയയായി കേരളമാണ്. സാർ, എന്താണ് ഇതിൻ്റെ കാരണം? ഇതൊക്കെ ജനറൽ റീസൺസ്, കാലാവസ്ഥാ വ്യതിയാനം, ഫോറസ്റ്റ് അടുത്തുള്ളതൊക്കെ പറയാം. കാലാവസ്ഥാ വ്യതിയാനം ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ വനാതിർത്തികൾക്ക് അടുത്തുള്ള സ്ഥലത്ത് വനം പണ്ടുകൊണ്ടല്ലോ, ഇപ്പോൾ പുതിയതായി വന്ന വനമൊന്നുമില്ലല്ലോ ഇവിടെ. സാർ, ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, എലിപ്പനി, ഷിഗല്ല, അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ്, ഉഗാണ്ടയിൽ മാത്രം കണ്ടുവന്നിരുന്ന വെസ്റ്റ് നൈൽ തുടങ്ങി നിരവധിയായിട്ടുള്ള രോഗങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്, IDSP. അവരുടെ കണക്കാണ്, ഒരു കണക്കേ പറഞ്ഞുള്ളൂ. 2024 ഇതുവരെ പനി ബാധിച്ചത് 12 ലക്ഷത്തിലധികം ആളുകൾക്കാണ്. 7 മരണമാണ്. ഡെങ്കി പനി ബാധിച്ചത് 2024 ഏകദേശം 8,000-ഓളം ആളുകൾക്കാണ്. ഇതുവരെ 22 പേരും മരിച്ചു കഴിഞ്ഞു. ഈ 2024 എലിപ്പനി ബാധിച്ചത് 1132 പേർക്കാണ്. മരിച്ചത് 61 പേരാണ്. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചവർ 3020 പേരാണ്. ബി ബാധിച്ചവർ 119 ഷിഗല്ല ബാധിച്ചവർ, വെസ്റ്റ് നൈൽ ബാധിച്ചവർ. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് തന്നെയാണ്. ഈ കണക്ക് പൂർണ്ണമല്ല. കാരണം പല സ്വകാര്യ ആശുപത്രികളിലും ചികിത്സിക്കുക കയറുന്ന ആളുകളുടെ കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ കണക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. ഇതിനേക്കാൾ കൂടുതലാണ് കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിവരങ്ങളെല്ലാം. സർ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. ആരോഗ്യവകുപ്പാണ് ഈ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നും പറയുന്നില്ല, അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. മന്ത്രി ഈ ബഹുമാനപ്പെട്ട അംഗത അവതരിപ്പിച്ചപ്പോൾ ഇതൊന്നും വ്യക്തിപരമായി എടുക്കേണ്ട ആവശ്യമില്ല. വ്യക്തിപരമായിട്ടല്ല പറയുന്നത്. ഇത് പൊതുജന ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയം ഗൗരവത്തോടു കൂടി എല്ലാവരുടെയും ഫോക്കസിലെത്തിച്ച് ഇതിവിടെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾ കൂടി കുറെ കൂടി ബോധവാന്മാരായി, ജനങ്ങൾ കൂടി കുറെ കൂടി ശ്രദ്ധാലുക്കളായി, രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അധികാരത്തിലിരിക്കുന്ന നിങ്ങളാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ വിമർശിക്കപ്പെടും. അത് വ്യക്തിപരമായി എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട വർഷമാണ്. അല്ല, ഞാൻ ജസ്റ്റ് തുടങ്ങിയില്ല. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ ഒരു സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയട്ടെ, എൻ്റെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാൻ പോണെന്ന് അങ്ങേക്ക് അറിയില്ലല്ലോ. മഴക്കാല പൂർവ്വ ശുചീകരണം ലോക്കൽ ബോഡിയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും LSTD ഡിപ്പാർട്ട്മെന്റും എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടത്. മീറ്റിംഗ് നടത്തിയതിൻ്റെ കണക്കിവിടെ പറയണ്ട, മീറ്റിങ്ങുകളല്ലല്ലോ. ഇൻ ഇഫക്റ്റ് എന്താണ്? ഈ നഗരത്തിൽ, ഈ തിരുവനന്തപുരത്ത്, ഈ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിങ്ങളുടെ മൂക്കിന് താഴെ ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ എന്താ സ്ഥിതി? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഈ വെള്ളം മുഴുവൻ കെട്ടിക്കിടക്കുകയല്ലേ എല്ലാ സ്ഥലങ്ങളിലും. 10 ദിവസമായിട്ട് ഈ തിരുവനന്തപുരം അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ഇതെന്താ സാർ ഈ മന്ത്രിമാരിങ്ങനെ? ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. ഞാൻ അത് കഴിഞ്ഞിട്ട് വഴങ്ങാം ഉറപ്പായിട്ട്. ഈ നഗരത്തിന്റെ ഈ നഗരാതിർത്തിയിൽ, സിറ്റിയിൽ 10 ദിവസമായി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ. ഇവിടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ MLA ഇവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ 10 ദിവസമായി വെള്ളം കെട്ടിക്കിടക്കുക. സാർ, ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചു, ADM-നെ വിളിച്ചു, കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു. എല്ലാ ആളുകളും ഒന്ന് കരയാണ്. എത്ര പേർക്കാണ് രോഗം ബാധിച്ചത്?
വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാൾ ഈ നഗരമധ്യത്തിൽ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്ത് സംവിധാനമാണ് സാറുള്ളത്? ഈ പറയുന്ന ഇത് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് ഈ മലിനജലം മുഴുവൻ വീടുകളിലെത്തുക, വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകളിലെത്തുക, ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷാംശമുള്ള ഈ വെള്ളം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. ബഹുമാനപ്പെട്ട ഈ നഗരത്തിൽ നിന്നുള്ള മന്ത്രി ഇത് അറിഞ്ഞില്ലേ? എത്ര പത്രങ്ങളിൽ എത്ര ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്, എത്ര ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇടപെട്ടോ? ഒരാളുമില്ല. ഞാൻ പറയില്ല, ഞാൻ വിളിച്ച് ഇപ്പൊ ചെയ്യാന്ന് പറയും, ഇതുവരെ പോയിട്ട് പോലുമില്ല ഒരാളങ്ങോട്ട്. ഇതാണ് സ്ഥിതി. ഇതാണ് ഈ സംസ്ഥാനം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായതിന്റെ ഭാഗമായി അതിതീവ്ര മഴയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം മോശമായൊരു വർഷമാണിതെന്ന്. ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഇത്തവണ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണം. ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ ഏർപ്പെടുത്തിയ വിലക്കിനെ കുറിച്ച് സഭയിൽ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ, നിങ്ങൾ ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും, ദയവായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല, വസ്തുത പറയാണ്. സർക്കാരിന്റെയും മന്ത്രിമാരുടെയും മാത്രം കാര്യമല്ല, ജനപ്രതിനിധികൾക്ക് ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ യോഗം വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താ കഴിയാതിരുന്നത്? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മന്ത്രിമാരും ജനപ്രതിനിധികളും ഇത്തരം യോഗങ്ങൾ വിളിക്കാൻ പാടില്ല. കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് നടന്നത്. എന്നിട്ടും ഇവിടെ കണക്കുകളെല്ലാം പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു, മീറ്റിംഗിന്റെ അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 21,355 ക്ലീനിംഗ് ഡ്രൈവുകൾ നടന്നതിനെ കുറിച്ചാണ്. ധാരാളം കണക്കുകളുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ വെള്ളം കയറിയതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോ എറണാകുളത്ത് 103 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. മേഘവിസ്ഫോടനം. ഡൽഹിയിൽ വെള്ളം കയറി, ദുബായിൽ വെള്ളം കയറി, ഇപ്പൊ ന്യൂയോർക്കിൽ ഈ കഴിഞ്ഞ ആഴ്ച വെള്ളം കയറി. സാർ, ഇങ്ങനെ മഴ പെയ്താൽ ലോകത്ത് എല്ലായിടത്തും വെള്ളം കയറുന്നുണ്ട്. വസ്തുതയായിട്ട് കാണണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സാർ, ഞാൻ പറഞ്ഞ അഭിപ്രായം മന്ത്രി അടിവരയിട്ടു. മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് എത്ര നാളായി? തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ നടക്കില്ല എന്ന് ആർക്കാ അറിയാൻ പാടുള്ളത്? അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഗവൺമെന്റിനല്ലേ ഉത്തരവാദിത്തം. ഗവൺമെന്റ് മന്ത്രി MLA-യുടെയും മന്ത്രിയുടെ മീറ്റിംഗ് കൂടിയിട്ടാണോ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നത്? അപ്പൊ നിങ്ങൾക്കൊരു മെഷീനറി ഇല്ലേ ഇത് ചെയ്യാനുള്ള? മെഷീനറി സർക്കാരിനൊരു മെഷീനറി ഇല്ലേ? മന്ത്രി യോഗം ചേർന്നില്ല. യോഗം കൂടിയിട്ട് നിങ്ങൾ യോഗത്തിന്റെ കണക്ക് വെക്കില്ലേ? യോഗം കൂടുന്നതല്ലോ. നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ? പ്ലീസ് നിങ്ങൾ അങ്ങനെയൊക്കെ അനുവദിച്ചല്ലോ. നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ? നിങ്ങൾക്കൊരു മെഷീനറി ഉണ്ടാവണ്ടേ? അവരെല്ലാവരും കൂടി യോഗം ചേർന്നത് ചെയ്യാലോ. നിങ്ങൾക്ക് ഡയറക്ഷൻ കൊടുത്താൽ മതിയല്ലോ. യോഗം ചേരണേനാണ് വിലക്ക്, അല്ലാതെ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കൊന്നും ഉണ്ടായിരുന്നോ? ഇല്ല. അതിനല്ല വിലക്ക് യോഗമൊക്കെ നേരത്തെ ചേരണ്ടേ? മാർച്ചിൽ ചേരണ്ടേ? ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യോഗം ചേർന്ന് വേണ്ട ഡയറക്ഷൻ കൊടുക്കണ്ടേ? നിങ്ങളത് ചെയ്തില്ല. മഴ പെയ്യുമ്പോൾ വെള്ളം കൂടും, പക്ഷേ ആ വെള്ളം ദിവസങ്ങളോളം കെട്ടിക്കിടക്കുകയാണ്. അതിൽ നിന്നാണ് കൊതുകുകൾ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് ഈ അസുഖത്തിലേക്കുള്ള സോഴ്സ് ഉണ്ടാവുന്നത്. അസുഖം വരാതിരുന്നാൽ മാത്രമാണ് അത്ഭുതമുള്ളത്. മാത്രമല്ല, കുടിവെള്ള സ്രോതസ്സുകൾ സർ മുഴുവൻ കൊടും ചൂടായിരുന്നു. മിക്കവാറും സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം അല്ലേ? ലോറികളിൽ കുടിവെള്ള വിതരണം ഭയങ്കര ബിസിനസ്സാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസലും ഈ കുടിവെള്ള വിതരണമാണ്. കേരളത്തിലെ ഏറ്റവും ലുക്രേറ്റീവ് ബിസിനസ്, ഭയങ്കര ബിസിനസ്സാണ്. എത്രയാണെന്ന് ആർക്കും അറിയില്ല കണക്ക്. എത്രയാണ് വേസ്റ്റ് കൊണ്ടുപോകണമെന്ന് ആർക്കും അറിയില്ല. എത്രയാണ് കുടിവെള്ളം വിതരണം ചെയ്യണമെന്ന് അറിയില്ല. ഈ കുടിവെള്ള വിതരണം നടത്തുന്ന ഈ ലോറികൾ എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്? ആരാണിത് പരിശോധിക്കുന്നത്? എന്തെങ്കിലും ഒരു പരിശോധന ഈ സംസ്ഥാനത്തുണ്ടോ? വ്യാപകമായി കേരളത്തിലെ എല്ലാ ലോക്കൽ ബോഡികളിലും ഏതെങ്കിലും പ്രദേശത്ത് കുടിവെള്ള വിതരണം നടത്തേണ്ട സ്ഥിതിയാണ്. ഞാൻ 25 വർഷക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ള പദ്ധതി നടപ്പാക്കിയ നിയോജകമണ്ഡലമാണ് എൻ്റെ. 25 വർഷക്കാലത്തേക്ക് ഒരു പ്രശ്നമില്ലാതെ. എന്നിട്ട് പോലും ചില സ്ഥലങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട്, ആ പമ്പിംഗ് സ്റ്റേഷനിലെ പ്രശ്നങ്ങൾ കൊണ്ടും കുടിവെള്ള വിതരണം ഈ ലോറികളിൽ നടത്തേണ്ടി വരും. എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പാവപ്പെട്ട ആളുകൾ ഈ ബക്കറ്റുമായി പോയി നിന്ന് ഈ ലോറിയിൽ കൊണ്ടുവരുന്ന വെള്ളം മേടിക്കുന്നത്?
അതല്ലേ ഈ പെരുമ്പാവൂരിൽ ഉണ്ടായത്. ഞാൻ ആ സ്ഥലത്ത് പോയതാ, രോഗം ബാധിച്ച സ്ഥലത്ത് പോയതാ. അവിടെ കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായ പ്രശ്നമാണ്. തൃക്കാക്കര MLA ചോദിക്കുക, തൃക്കാക്കര DLF ഫ്ലാറ്റിൽ എത്ര പേരാ, 1000-ലധികം ആളുകളാണ് ആശുപത്രിയിൽ പോയത്. അവിടെ ഉണ്ടായ ഒരു കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായ പാകപ്പഴ 1000-ലധികം ആശുപത്രികൾ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ആശുപത്രിയിൽ പോയി. എല്ലാവരും ഛർദിയും വയറ്റിളക്കവും മറ്റു പ്രശ്നങ്ങളുമായി പോയി. അപ്പൊ ഈ കുടിവെള്ള വിതരണം സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുമ്പോൾ ഇതൊക്കെ പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമാണ്. ആരോഗ്യവകുപ്പ് മാത്രമല്ല, അതിനാണ് സർക്കാർ ഏകോപനം ഉണ്ടാകണം. പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ അസുഖം വരുമ്പോൾ ആശാവർക്കർ വീട്ടിൽ പോയി കണക്കെടുക്കുന്നതല്ല, പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ. നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആശുപത്രിയിലെ സ്ഥിതി എന്താ? ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ സർക്കാർ ആശുപത്രിയിലെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ലല്ലോ പരാതി. നേരത്തെ പറഞ്ഞ മാതിരി 1900 പേര് കിടക്കേണ്ട സ്ഥലത്ത് 3000 പേര് വന്നാലുള്ള സ്ഥിതി എന്താ? 3000 പേര് വന്നാലുള്ള സ്ഥിതി എന്താ? എങ്ങനെ തോക്കും? കട്ടിലിന്റെ അടിയിലും വരാന്തയിലും അത് തന്നെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഡിസീസ് ഉണ്ടാവും. ആശുപത്രിയിൽ നിന്ന് തന്നെ രോഗം വരാനുള്ള സാധ്യതയിലേക്ക് അത് പോകും. നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലെ ചികിത്സാ ചെലവെന്ന് പറയുന്നത് എന്താണ് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാവിലെ നമ്മുടെ ഓഫീസിലിരിക്കുമ്പോൾ വന്നു കാണുന്ന പാവങ്ങൾക്ക് ഈ ആശുപത്രികളിൽ നിന്ന് വരുന്ന ബില്ല് സഹിക്കാൻ പറ്റുമോ? ബില്ല് സഹിക്കാൻ പറ്റുമോ? അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് കാരുണ്യ പദ്ധതി കൊണ്ടുവന്നത്. മന്ത്രി 2015 കണക്കൊക്കെ പറയാണ്. 2015 ചെറിയൊരു ഹാർട്ട് സർജറിയോ എന്തുണ്ടെങ്കിലും 2 ലക്ഷം രൂപ വരെ കാരുണ്യ പദ്ധതിയിൽ നിന്ന് കിട്ടുമായിരുന്നു. ഒരു സർജറി നടത്തുന്നതിന് വേണ്ടി കിട്ടുമായിരുന്നു. ഇപ്പൊ എന്താ കാരുണ്യ പദ്ധതിയിലെ സ്ഥിതി എന്താ? കാരുണ്യ പദ്ധതിയിലെ സ്ഥിതി ഇന്നിപ്പോ 6 ലക്ഷം ബെനിഫിഷ്യറിയുടെ കണക്കൊക്കെ പറഞ്ഞു ഇല്ലേ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 1255 കോടിയാണ് കൊടുക്കാനുള്ളത്. ആരോഗ്യ കിരണം പദ്ധതിക്ക് 4 കോടിയാണ്. കാരുണ്യ ബെനവലന്റ് ഫണ്ടിന് 217 കോടിയാണ് കൊടുക്കാനുള്ളത്. ഹൃദ്യം പദ്ധതിക്ക് 10.38 കോടിയാണ്. JSSK പദ്ധതി 34.87 കോടിയാണ്. ഇത് പഴയ കണക്കൊന്നുമല്ല, ഈ 28-ാം തീയതി നിയമസഭയിൽ വെച്ചേക്കുന്ന കണക്കാ. ആരോഗ്യ ഈ പദ്ധതിയിൽ ഈ സർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചില പദ്ധതികളിൽ അത് കേന്ദ്രത്തിന്റെ കോൺട്രിബ്യൂഷൻ കൂടിയുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ഒരു വർഷം 1 രൂപ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെയാണ് സംസ്ഥാനം മാത്രമായിട്ട് ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. പദ്ധതിയിൽ നിന്ന് പണം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. പക്ഷേ അല്ല, അതിനെന്താ സംശയം? ഇതല്ലല്ലോ, ഇതെല്ലാം കേന്ദ്ര പദ്ധതിയാണോ ഞാനിപ്പോ വായിച്ചത്? ഞാനിപ്പോ വായിച്ചൊന്നും എനിക്കിതിന്റെ ഡിവിഷനും ഇതിന്റെ സ്റ്റേറ്റ് ഷെയറും സെൻട്രൽ ഷെയറൊക്കെ കൃത്യമായിട്ട് അറിയാം. ഞാൻ സ്പീക്കർ പറയുന്നതുകൊണ്ട് ഞാൻ അതിന്റെ അകത്ത് ഇടപെടുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത്രയും പൈസ കൊടുക്കാതെ ഈ കാസ്പ് പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ പിന്മാറി. സ്വകാര്യ ആശുപത്രിയിൽ കാസ്പിന്റെ ചികിത്സ കിട്ടില്ല. അവരുടെ ഉടമകളുടെ സംഘം കൂടി തീരുമാനിച്ചു കോടിക്കണക്കിന് രൂപയാണ്. പല സ്വകാര്യ ആശുപത്രികളിലും വലിയ പ്രതിസന്ധിയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അവർക്കത് ചെലവഴിക്കാൻ പറ്റുന്നില്ല. വലിയ പ്രശ്നത്തിലേക്കാണ് അവർ പോകുന്നത്. സർ, ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ അടുത്ത ദിവസം ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നു. എന്താ റിപ്പോർട്ട് എന്നറിയാം? ക്ലോസ്ലി ലിങ്ക്ഡ് ടു ഇൻഅഡ്യൂക്കേറ്റ് സാനിറ്റേഷൻ ആൻഡ് ഹസാർഡസ് എൻവയൺമെന്റ്. ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന 9 രോഗങ്ങളെ കുറിച്ചാണ് റിപ്പോർട്ട് അനുസരിച്ച് 2023 കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകളായും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ എന്താ സ്ഥിതി എന്ന് പറയുന്നത്? ഏറ്റവും മോശമായ ഒരു സാഹചര്യമാണ്. ഏറ്റവും മോശമായ സാനിറ്റേഷൻ സംവിധാനവും ഹസാർഡസ് ആയിട്ടുള്ള എൻവയൺമെന്റും കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. 2023 കേരളത്തിൽ 565 മലേറിയയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 299 ഏറ്റവും മാരകമായ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം പാരസൈറ്റ് കാരണമാണ്. ചിക്കൻ ഗുനിയ കേസ്, മുഴുവൻ കേസ് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങളിത് ഈ കോവിഡ് വന്ന കാലത്തും ഇത് തന്നെ പറഞ്ഞിരുന്നു. എന്താണ്? കേരളമാണ് ആദ്യം പറയും ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത്, പിന്നെ പറഞ്ഞു ലോകത്തിൽ 1-ാം സ്ഥാനത്ത്. ഇതിനെ ഏറ്റവും നന്നായി നിയന്ത്രിച്ചത്. അവസാനം ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുണ്ടായ 2ാമത്തെ സംസ്ഥാനമായി കേരളം. ഏറ്റവും കൂടുതൽ കോവിഡ് മരണമുണ്ടായ 2ാമത്തെ സംസ്ഥാനമായി കേരളം. 1ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയായിരുന്നു. മഹാരാഷ്ട്ര കേരളത്തിന്റെ ജനസംഖ്യയുടെ 3 ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര.
നിങ്ങൾ ആ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ഇങ്ങനെ PR വർക്ക് നടത്തി പ്രചരണം നടത്തി. കണ്ടില്ലേ ലോകത്ത് ഏറ്റവും എത്ര അവാർഡ് വാങ്ങിച്ചു? അവാർഡ് വാങ്ങി പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. അവാർഡ് വാങ്ങിച്ചു കൂട്ടിയതല്ലാതെ ഔട്ട്കം എന്തായിരുന്നു? ഔട്ട്കം നിങ്ങൾ അറിയണം. ഇന്ത്യയിൽ ഏറ്റവും സാന്ദ്രത ഉള്ള കോവിഡ് രോഗം ഉണ്ടായ അതിനെ നിയന്ത്രിക്കാൻ പറ്റാതിരുന്ന സംസ്ഥാനം കേരളമാണ്. അതാണ് ഫൈനൽ ഔട്ട്കം കണക്കാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ആ കണക്ക് വെച്ച് മറുപടി പറഞ്ഞോ. ഇതാണ് കണക്ക്. ഇതേ സാഹചര്യത്തിൽ കേരളം പോയി കഴിഞ്ഞാൽ കേരളം അപകടകരമായി മാറും. മാത്രമല്ല ഈ രോഗങ്ങൾക്കൊന്നും ആളുകൾക്ക് ചികിത്സിക്കാൻ പറ്റുന്നില്ല. സർ, അവസാനം ഒരു ശ്രീകാന്ത് പെരുമ്പാവൂര് ആശുപത്രി കിടക്കുന്നുണ്ട്. അവര് ഭാര്യയും ഭർത്താവും കിടക്കുകയാണ്. സർ, അവര് ഞങ്ങളുടെ ലോറി ഉണ്ടായിരുന്നത് കൊടുത്തു, വീട്ടിലെ പശുവിനെയും കടയിലുണ്ടായിരുന്ന സിമെന്റും വിറ്റു. ഇനി കുറച്ച് പാടമുള്ളത് എടുത്തിട്ട് വേണം പണം തരാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. വീട് കൂടി വിൽക്കേണ്ട സ്ഥിതിയാണ് ഈ അസുഖം വന്നിട്ട്, മഞ്ഞപ്പിത്തം വന്നിട്ട്. 12 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിനായത്. അപ്പൊ 12 ലക്ഷം രൂപ മുഴുവൻ കൊടുത്തു തീർക്കണമെങ്കിൽ വീട് വിൽക്കേണ്ട സ്ഥിതിയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത്. അപകടകരമായ രീതിയിലേക്കാണ്. ഇവിടെ ഒരുപാട് പദ്ധതികൾ ഇപ്പൊ പറഞ്ഞല്ലോ സാറേ. 12 കോടി രൂപ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്ലാൻ ഫണ്ടിൽ 12 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 12 കോടി രൂപ ഇതിനെ നിയന്ത്രിക്കാൻ. ഇന്നത്തെ ചെലവ് എത്രയെന്ന് അറിയാം? ഇന്ന് വരെ നോക്കിക്കഴിയുമ്പോൾ 0.08% ഇതാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്ന പണം. പ്ലാൻ ഫണ്ടിൽ 0.08. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ആവർത്തിക്കുന്നില്ല. ഇതൊന്നും ഇവരുടെ പ്രയോറിറ്റിയിലില്ല. ഇവര് മീറ്റിംഗ് കൂടി, സംസ്ഥാന തലത്തിൽ യോഗം കൂടി, ജില്ലാ തലത്തിൽ യോഗം കൂടി, താലൂക്ക് തലത്തിൽ യോഗം കൂടി എന്നല്ലാതെ ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ, അതിന്റെ റൂട്ട് കോസ് കണ്ടെത്താൻ, ഒരു ഏകോപനം ഉണ്ടാക്കാൻ, വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനം ഉണ്ടാക്കി അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യുന്നു.